കോഴിക്കോട് അടക്കമുള്ള മലബാർ മേഖലയിലും തിരുവോണ ആഘോഷം കെങ്കേങ്ങുമായി നടക്കുകയാണ്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ച് തിരുവോണത്തെ ആഘോഷത്തോടെ വരവേൽക്കുകയാണ് എല്ലാവരും. മലബാറിന്റെ ഓണം വിശേഷങ്ങൾ കോഴിക്കോട് നിന്നും റിയാസ് KMR പങ്കുവയ്ക്കുന്നു. അതിന് എല്ലാവർക്കും നമ്മുടെ ഡെസ്കിലും PCR-ലും ഒക്കെയുള്ള എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മറ്റ് ബ്യൂറോയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ എല്ലാ ബ്യൂറോകളിലുള്ള എല്ലാവർക്കും എൻ്റെ ഒപ്പം തന്നെ കോഴിക്കോട് ബ്യൂറോയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് ഒരു പുതിയ കുപ്പായൊക്കെ ഇട്ടാണ് ഈ ഒരു തിരുവോണ ദിവസം വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു ചെറിയൊരു മൂടിക്കെട്ടി അന്തരീക്ഷമുണ്ട്. ഈ ഇന്നലെയൊക്കെ ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമായി ഒരു രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ വന്ന ഉടനെ ഈ ഓണവിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഒരു കേരള വിഷൻ്റെ തന്നെ സംരംഭമാണ്. ജില്ലാതലങ്ങളിൽ ജില്ലാ ചാനലുകളുണ്ട്. ഇവിടെ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് വിഷനാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് വിഷനിലെ വാർത്താ അവതാരകർ ഇന്ന് അല്ലേ തിരുവോണ ദിവസം വാർത്ത അവതരിപ്പിക്കാൻ വന്നതാണല്ലേ. അതെ, എന്തായാലും അതിനിടയിൽ നമ്മുടെ ഒന്ന് പേര് പരിചയപ്പെടുത്തിക്കോ. ഗ്രീഷ്മ. സരിക. അല്ല, നിങ്ങൾ ഇന്ന് എങ്ങനെയാ ഇനിയിപ്പം വാർത്തയൊക്കെ വായിച്ച നേരെ ഓണം എങ്ങനെ ആഘോഷിക്കുന്നത്? വാർത്തയ്ക്ക് വായിച്ച നേരെ വീട്ടിലേക്ക് പോവാ. അവിടെ സാധാരണ പതിവ് പോലെ തന്നെയുള്ള ഓണ പരിപാടികളൊക്കെ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചോ? ഇല്ല, ഇപ്പൊ കൊണ്ട് പോകുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ളവരൊക്കെ പ്രിപ്പയർ ചെയ്യായിരിക്കും. നമ്മളെ അമ്മാതിരി പരിപാടികളൊന്നും പറ്റില്ല. പോകണം, ഭക്ഷണം കഴിക്കണം. അതെ, ഗ്രീഷ്മ എങ്ങനെയാ? ഗ്രീഷ്മ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക? ഭക്ഷണം കഴിക്കും, ഭക്ഷണം ഉണ്ടാക്കും. അപ്പം പോയിട്ട് വേണം ഇനി കുറച്ച് പരിപാടികളൊക്കെ നോക്കാനായിട്ട്. നമ്മുടേതായ സിഗ്നേച്ചർ ഐറ്റം ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ തന്നെ പോയിട്ട് ഉണ്ടാക്കണം. പിന്നെ അല്ലാതെ നമ്മളെ വിളിക്കുന്നില്ല, എന്നെ രാഹുലിനൊന്നും വിളിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാമല്ലോ. വിളിക്കാതെ തന്നെ വരാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ. നമ്മളെന്തായാലും അങ്ങനെ കണക്കാക്കിയിട്ടൊന്നല്ല സദ്യ വയ്ക്കുക. ഒത്തിരി ഉണ്ടാവും. ആര് വന്നാലും നമ്മൾ ഓണം അല്ലേ, അപ്പോൾ ആര് വന്നാലും നമുക്ക് കൊടുക്കാൻ സദ്യയുണ്ട്. തീർച്ചയായും തീർച്ചയായും. സരികയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണാണോ ഇത്? അതെ, തീർച്ചയായും. ഏതാ ഫേവറേറ്റ് പായസമാണോ? അല്ല, സദ്യ പായസം കൊണ്ടൊരു കളിയില്ലല്ലോ. പായസമാണ് മെയിൻ. ഏതാ പായസം? അടപ്രഥമൻ. ഞാൻ പ്രഥമന്റെ ആളാട്ടോ. ഗ്രീഷ്മ ഏതാ? എനിക്ക് എല്ലാ പായസവും ഇഷ്ടമാണ്. ഞാൻ എല്ലാ പായസവും കുടിക്കും. എല്ലാ പായസമല്ല, എന്തെങ്കിലും ഒന്ന് കേട്ടാ മതി. ഭക്ഷണം ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന പായസത്തിനേക്കാളും വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് കുടിക്കാനാണ് ഇഷ്ടം. അരുണിമേ, എന്താ പായസമാണോ അല്ല സദ്യ ആണോ? എല്ലാ പായസവും പിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാ പായസം എല്ലാം കഴിക്കും. ഇവരെ നമുക്ക് വിടാം, കാരണം അവരും നമ്മളെ പോലെ ജോലി ചെയ്യേണ്ടവരാണ്. ഇപ്പൊ ഇവിടെ ഒരാളിങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയുടെ ഭാര്യയും കുഞ്ഞും ഒക്കെയാണ് അല്ലേ. ഇത് പിന്നെ ഇത് കഴിഞ്ഞ് നേരെ ഒന്ന് വീട്ടിലേക്കൊക്കെ പോയി അല്ലെ. ഇന്ന് എന്താ ഈ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങിയോ? ഇനി പോയി കഴിക്കേ വേണ്ടു. ഇവിടെ ഇതാ ഇന്ന് അല്ല, ഈ ഓണമായിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നതാണല്ലേ? അതെ, രാവിലെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ. അപ്പോൾ ഉറങ്ങി എണീറ്റ് കുറച്ച് ഒന്ന് ഫ്രഷായി വേഗം ഒന്ന് ഓടി വന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോയിട്ട് വേണമെങ്കിൽ ബാക്കി ചെയ്യാൻ. പൂവ് കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്ത് പോകുന്നതാണ്. ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി സെറ്റാവും. ഇന്നിപ്പോൾ സെറ്റായി ബാക്കിയുള്ള ഓണം എപ്പോഴും മഴ ഒരു പേടിയുണ്ട്. മഴ നമുക്ക് പക്ഷേ നല്ല ഓണം കളറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അതെ 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 ഷാജിയാണ്, ആർ ഷാജി. അതെ, ആർ ഷാജി. എന്നിട്ട് ഇത്തവണത്തെ ഓണത്തിന് എന്താ പാർട്ടി പരിപാടിയാണോ കുടുംബത്തോടൊപ്പം? ഇന്നത്തെ എങ്ങനെയാ? നമുക്ക് പിന്നെ കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുണ്ട്. നാളെ അതെ, മാലിക്കാസ് ഉണ്ട്, വലിയ പരിപാടിയല്ലേ. അപ്പോൾ അത് കളറാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ വീട്ടുകാരോടൊപ്പം ഇരുന്ന് ഈ പറഞ്ഞ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് അവരോടൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിക്കലും കൂടി നമ്മളൊരു പ്രധാനമായ ഒരു കാര്യമാണല്ലോ. ഓണം ഇതിൻ്റെ ഭാഗമായിട്ട് ആഘോഷമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് വേണമെങ്കിൽ പായസം ഇങ്ങോട്ട് എത്തിച്ചാൽ ഞാൻ കഴിക്കുന്നത്. ഹാപ്പി ഓണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അയൽവാസികൾ, ഇവരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ തിരുവോണ ദിവസം ഇവരുടെയൊക്കെ ശബ്ദവും ഇവരുടെയൊക്കെ ഓണവിശേഷങ്ങളൊക്കെയാണ് കേട്ടത്. കോഴിക്കോടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, ഇവിടെ മാവേലിക്കസ് എന്ന പേരിൽ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ മുൻകൈ എടുത്തുകൊണ്ട് മനോഹരമായ ഓണാഘോഷം വിവിധ വേദികളിലായിട്ട് നടക്കുന്നു. അത് കോഴിക്കോട് ബീച്ചിലുണ്ട്, മാനാഞ്ചിറയിലുണ്ട്, ഒപ്പം തന്നെ ലുലു മാളിലുണ്ട്, കൂടാതെ ബേപ്പൂരിലുണ്ട്, ഫറോക്കിലുണ്ട്. അങ്ങനെ വിവിധ വേദികളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഓണം കിടിലൻ വൈബാക്കുകയാണ്. അങ്ങനെ 7-ാം തീയതിയാണ് അതിൻ്റെ സമാപന സമ്മേളനം. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇന്ന് ഈ നബിദിനം കൂടിയാണ്. രണ്ടും ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഇന്ന് മിലാദ് റാലികളുണ്ട്, നബിദിന ഘോഷയാത്രകളുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ആഘോഷവും വരുന്നു. അങ്ങനെ ഒരു മതേതരത്വം ഉദ്ഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ
ഓണാശംസകൾ നേരുകയാണ്. ഞാൻ മാത്രമല്ല, ക്യാമറമാൻ രാഹുൽ മക്കടെ അടക്കമുള്ള ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോയുടെ ഹൃദയമായ ഓണാശംസകൾ നേരുന്നു. തിരുവോണ ദിനത്തിൽ കേരളീയർക്ക് ഓണാശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണസങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നതിനേക്കാൾ സമൃദ്ധിയും സമത്വവും സന്തോഷവും നിറഞ്ഞ കേരളമായിരിക്കണം നമ്മുടെ ലക്ഷ്യം